ടൊയോട്ട ഇന്നോവയുടെ റേഡിയേറ്റർ കഴിക്കാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് തന്നെ നിലത്ത് തറയിൽ വെച്ചിട്ട് തന്നെ അയക്കാൻ പറ്റും. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ സൈഡത്തെ റിസർവ്ഡ് അങ്ങ് കഴിച്ച് വെക്കുക. അതിൽ താഴത്തെ ഹോസ് അയക്കുക, അതുപോലെ മുകളിൽ വരുന്ന അപ്പർ ഹോസ് അയക്കുക. അപ്പർ ഹോസ് കഴിച്ചതിന് ശേഷം ഫാനിൻ്റെ ഷ്രൗഡ് ഉണ്ടാവും. ആ ഷ്രൗഡ് രണ്ട് സൈഡിൽ ഓരോ ബോൾട്ട് വരും. ഇവിടെ ഒരു ബോൾട്ട് വരും, ഇവിടെ ഒരു ബോൾട്ട് വരും. അപ്പോൾ ആ ഷ്രൗഡ് അയച്ചതിന് ശേഷം ഷ്രൗഡ് ജസ്റ്റ് ബാക്കിലേക്ക് തള്ളി വെക്കുക. അതിനുശേഷം റേഡിയേറ്റർ ഇവിടുന്ന്, അതിനുശേഷം ഈ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഒരു ഗ്രില്ലുണ്ടാവും. ഈ ഗ്രില്ലിങ്ങനെ അയച്ച് പുറത്തേക്ക് മാറ്റി വെക്കാം. പുറത്തേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ഒരു ബോൾട്ട് വരും, ഇവിടെ ഒരു ബോൾട്ട് വരും. അതുപോലെ താഴെ ഈ ഹോൾ കണ്ട ഇവിടെ ഒരു ബോൾട്ട് വരും. അതുപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇവിടെ ഒരു ബോൾട്ട് വരും. അതുപോലെ താഴെ ഇവിടെ ഒരു ബോൾട്ട് വരും. അതിന് മുമ്പ് റേഡിയേറ്ററിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഇത് വരിക. അത് അയച്ച് മാറ്റി വെച്ചതിന് ശേഷം റേഡിയേറ്റർ ഇതിലേക്ക് പൊക്കി എടുക്കാം. റേഡിയേറ്റർ മുകളിലോട്ട് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയെടുക്കണ്ട, ഇങ്ങനെ പൊക്കിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫാൻ മാറ്റാൻ, അതുപോലെ ബെൽറ്റ് ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ ഷൗഡ് അതുപോലെ മേലെ ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. അപ്പോൾ കണ്ടോ ഇത്രയും ഭാഗങ്ങൾ ഫ്രീ ആട്ടാ. ഇപ്പോൾ ഫാന് മാറ്റാണ്ടെങ്കിൽ ഈ ഒരു റേഡിയേറ്റർ അയക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അയക്കാം. ബെൽറ്റ് അയക്കണമെങ്കിൽ ഡ്രൈവ് ബെൽറ്റ് അയക്കണമെങ്കിൽ ഫാന് റേഡിയേറ്ററൊന്നും അയക്കേണ്ട ആവശ്യമില്ല. ഈ സൈഡിൽ കൂടെ ഗ്യാപ്പിൽ ഈ സൈഡ് വഴി ഗ്യാപ്പ് കൈയിട്ടിട്ട് ഈ ടെൻഷൻ ലോഡ് ചെയ്തിട്ട് അൺലോഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് അയച്ചെടുക്കാൻ പറ്റും. ഓക്കെ.